അമ്മേ, നീ ഇവിടെ എന്തെടുക്ക? ദേവൻ എവിടെ പോയി? രണ്ടുപേരും ഒരുമിച്ചല്ലേ പ്രദക്ഷിണം ചെയ്യണ്ടേ? ഒന്നിച്ചാ തുടങ്ങിയത്. ഇടയ്ക്ക് എന്റെ കാലിൽ ഒരു ചിരട്ട കുത്തു കയറി. എന്നിട്ട് എന്നെ മൈൻഡ് ചെയ്യാതെ ദേവൻ പോയി കളഞ്ഞു. അവന് മൈൻഡ് ചെയ്യാനുള്ള മാനസികാവസ്ഥ ഇല്ലാത്തോണ്ടല്ലേ നമ്മൾ ഇത്രയേറെ കഷ്ടപ്പെടുന്നേ. നീയല്ലേ വിടാതെ അവന്റെ പുറകെ ചെല്ലണ്ടേ? എന്നാലും പേടിക്കൊന്നും വേണ്ട. ദേവൻ നിന്നോടൊപ്പം പ്രദക്ഷിണം ചെയ്യേണ്ടതും നിന്റെ നെറുകയിൽ സിന്ദൂരം ചാർത്തേണ്ടതും മഹാദേവ സന്നിധിയില. ഒടുവിൽ അങ്ങോട്ടല്ലേ വരിക. എഴുന്നേക്ക്, കമോൺ. ഇതുവരെ വന്നില്ലല്ലോ. ഇതെന്താ നീ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ദേവൻ അവിടെ ഭഗവതി പ്രദക്ഷിണം ചെയ്തോണ്ടിരിക്കുകയല്ലേ? അവിടുന്ന് അവൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരേണ്ടത്. എല്ലാം നടക്കേണ്ടത് ഇവിടെ വെച്ച. ദേവൻ ഈ സിന്ദൂരം ആരാധയുടെ നെറുകയിൽ ചാർത്തി കൊടുക്കണം. കൃത്യ ആ സമയത്ത് കുടുംബത്തിലെല്ലാവരും അത് കാണുകയും വേണം. നടക്ക്. ദേവാ, 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 ഓ ഇവന് എവിടെ പോയി കിടക്കുവാ? അതെ, ഒന്ന് ഒഴിവാക്കി. സോറി. നിനക്കൊന്നും പറ്റില്ലല്ലോ ഊർമിളെ? എനിക്കൊന്നും പറ്റിയില്ല. ആരാ നീ? നോക്കി നടക്കാൻ അറിയില്ലേ? കണ്ണു കണ്ടൂടെ നിനക്ക്? അയ്യോ സോറി, ഞാൻ കണ്ടില്ല. ചെറിയൊരു അത്യാവശ്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നേ. കാല് സ്ലിപ്പ് ചെയ്ത് തെന്നി വീണതാ. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. സോറി. വലിയ കാര്യായിപ്പോയി. പൊയ്ക്കോ. ക്ഷമിക്കണം മേഡം. എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പോലും അറിയാതെയാ എന്റെ കയ്യിലുണ്ടായിരുന്ന സിന്ദൂരം നിങ്ങളുടെ നെറ്റിയിലായത്. ഐ എം റിയലി സോറി. അതിന് കൊച്ചു കാര്യം വല്ലോണോ സോറി പറയാനായിട്ട്? ഓടാണെന്ന്. ഐ എം സോറി മാഡം. ആരാധ്യയോട് എനിക്ക് വലിയ മോഹമായിരുന്നു. എന്നാലും ദേവന്റെ തലയെ കെട്ടിവെച്ച രാജപദവി എനിക്ക് കിട്ടുമല്ലോ എന്ന് ഓർത്ത ഞാൻ എന്നെ ഇത്രയേറെ നിയന്ത്രിച്ചത്. അതിനിടയ്ക്ക് വേറെ ഒരുത്തൻ കയറി വന്ന് അവളുടെ നെറ്റിയിൽ സിന്ദൂരം വെച്ചിട്ട് പോയി. അവന് പകരം ഞാനായ മതിയായിരുന്നു. എല്ലാ കാര്യങ്ങളും തകിടം പറഞ്ഞല്ലോ. ദേവന്റെ കൈ കൊണ്ട് എന്റെ നെറ്റിയിൽ സിന്ദൂരം ചാർത്തിക്കാന്ന് വെച്ചപ്പോ വഴിയെ പോയ ഒരുത്തൻ എന്റെ നെറ്റിയിൽ പൊട്ടും ചാർത്തിയിട്ട് പോയല്ലോ. അതായത് ഞങ്ങളുടെ കല്യാണത്തിന് ഭഗവാന്റെ അനുഗ്രഹം ഇല്ലെന്നാണോ? അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നല്ലാണ്ട് നമ്മളൊന്ന് വിചാരിച്ചപ്പോ ദൈവം വേറെ ഒന്നല്ല നടത്തിയത്. നീ ഒന്ന് വായടച്ച് നിൽക്കുന്നുണ്ടോ? ആരാധ്യേ, ഇതൊക്കെ വെറും ഒരു ആക്സിഡന്റ് അല്ലേ? ആ പോയവൻ ആരാ? അവൻ എന്തിനാ എന്റെ നെറ്റിയിൽ സിന്ദൂരം ചാർത്തിയേ? ആരാധ്യേ, അതൊന്നും കാര്യാക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? അമ്പലത്തിൽ തിരുമേനി ചില സമയത്ത് നെറ്റിയിൽ പൊട്ടുവെച്ച് തരാറില്ലേ? ഇതും അതുപോലെ കരുതിയാ മതി. അങ്ങനെയല്ല ഊർമിളെ, ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന് എനിക്ക് തോന്നി തുടങ്ങി. നീ എത്ര വലിയൊരു വക്കീല, എന്നിട്ടും ഇത്രയും സെന്റിമെന്റൽ ആയാൽ എങ്ങനെ ആരാധ്യേ? നടക്കില്ല എന്നുള്ളതിന് നടത്തി കാണിക്കുമ്പോഴല്ലേ ദേവൻ നിന്റെ സ്വന്തമാവുകയുള്ളൂ. ഇപ്പൊ ഒന്നും പറ്റിയിട്ടില്ല.
നമ്മുടെ പ്ലാൻ എപ്പോഴും നമ്മളെയും കാത്തിരിക്കുക. ദേവനൊന്നിങ്ങോട്ട് വന്നോട്ടെ, നിന്നോടൊപ്പം ചേർന്ന് പ്രദക്ഷിണം ചെയ്യാൻ തുടങ്ങട്ടെ. അവൻ നിന്റെ നെറ്റിയിൽ സിന്ദൂരം ചാർത്തിത്തരും. അതെല്ലാരും കാണുകയും ചെയ്യും. ഞാൻ ചെന്ന് സിന്ദൂരം എടുത്തോണ്ട് വരാം. ദേവിട, വൈദേഹി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? വൈദേഹി, നിനക്ക് ഒന്നും പറ്റിയില്ലല്ലോ? പറ്റീനെ ദേവേട്ട. എനിക്ക് വേണ്ടി ദേവേട്ടൻ കിടന്ന് പെടയുന്നത് എന്റെ മനസ്സറിഞ്ഞിട്ടുണ്ടാവണം. ഏകദേശം നിന്നു പോയ ശ്വാസം അതുകൊണ്ടായിരിക്കണം എനിക്ക് തിരിച്ചു കിട്ടിയത്. പോയ ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ ദേവേട്ട, എന്റെ ദേവേട്ടന് വേണ്ടിയാ ഞാൻ തിരിച്ചു വന്നത്. നെഞ്ചിനുള്ളിലുള്ള താളമായി വരുമോ പൊന്മണി? ഓ പട്ടുടുത്ത പൊൻചില്ല നീ, തൊട്ടു തൊട്ടു വന്ന തെന്നൽ ഞാൻ, തൊട്ടടുത്തിരുന്നു നിൻമുഖം കാണുവാൻ. എന്താ നീ ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കുന്ന? വൈദേഹി തിരിച്ചു വന്നു. നീ എന്നെ വിട്ടു പോകുമെന്ന് ഞാൻ ഒത്തിരി ഭയപ്പെട്ടു വൈദേഹി. രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്റെ വൈദേഹിയെ തിരിച്ചു തരണമെന്ന് ഞാൻ ഉള്ളുരുകി പ്രാർത്ഥിക്കായിരുന്നു എപ്പോഴും. നിനക്കറിയോ, ഇപ്പൊ അമ്പലത്തിൽ വെച്ചും മൃത്യുഞ്ജയ ഹോമ നടത്തിയത്. നിന്റെ പ്രാണൻ രക്ഷിക്കണേന്ന് പറഞ്ഞു. എന്റെ പ്രാർത്ഥന ആ ദൈവം കേട്ടു.
നിന്നെ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. അവള് ദേ തിരിച്ചു വന്നേക്കുന്നു. ഇനിയിപ്പോ ഒന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. വന്നത് വൈദേഹി അല്ലല്ലോ, പിന്നെന്തിനാ നീ പേടിക്കുന്നെ? അത് വൈശാലിയല്ലേ ആരാധ്യേ? ആ അതെ അതെ അതെ, അത് വൈശാലി തന്നെ. വൈശാലി തന്നെ. പക്ഷെ അവിടെ അവരെ രണ്ടുപേരെയും കാണുമ്പോ എനിക്ക് അങ്ങനെയല്ല തോന്നുന്നേ. ദേവേട്ടൻ എന്നെ തിരിച്ചറിയുന്ന നിമിഷത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഏതെങ്കിലും ഒരു ക്ഷണം ദേവേട്ടൻ എന്നെ തിരിച്ചറിയുന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ദേവേട്ടൻ ആ നിശ്ചയത്തിനെ സമ്മതിച്ചു കഴിഞ്ഞപ്പോ ആ പ്രതീക്ഷ പാടെ തകർന്നു പോയായിരുന്നു. ദേവേട്ടന്റെ കയ്യിൽ മോതിരം ഇടുന്ന അടുത്ത ക്ഷണം ജീവൻ കളയാൻ വേണ്ടി തീരുമാനിച്ചതാ. എന്നിട്ടും ഇപ്പോഴും ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ആ നിശ്ചയം നടന്നിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ദേവേട്ടാ, ദേവേട്ടന്റെ കൈക്കിത് എന്ത് പറ്റിയതാ? ഇവിടെ വെച്ച് വേണ്ട വൈദേഹി, നീ എന്റെ കൂടെ വന്നേ. അവളെ എങ്ങോട്ടാ കൂട്ടിക്കൊണ്ടു പോകുന്നേ? എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ദേവന്റെ പ്രവൃത്തിയിൽ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. ഇത്രയും നാളും വൈശാലിയോട് അവൻ പെരുമാറിയിരുന്നത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ആരാധ്യേ, നീ ഒന്ന് ടെൻഷൻ അടിക്കാതിരിക്കെ. വീണ്ടും അവൾ ഇവിടെ വന്ന് വൈദേഹിയാണെന്ന് പറഞ്ഞ് ശല്യം ചെയ്തപ്പോ അവൻ പറഞ്ഞയക്കാൻ ശ്രമിക്കുകയായിരിക്കും. നീ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ കാര്യം എന്താന്ന് നോക്കിയിട്ട് വരട്ടെ. നീ എങ്ങോട്ടാ? വൈദേഹി തിരിച്ചു വരില്ലെന്ന് കരുതിയല്ലേ ഞാൻ എന്തൊക്കെയോ ചെയ്തേ. പിന്നെ അവളെങ്ങനെ തിരിച്ചു വന്നു? അതാ എനിക്ക് മനസ്സിലാവാത്തെ. നിനക്കൊന്നും മനസ്സിലാവുകയില്ല, ഒന്നും മര്യാദയ്ക്ക് ചെയ്യുകയില്ല. അനങ്ങാതെ ഇവിടെ എവിടെയെങ്കിലും നിന്നോണം. എന്തു പറ്റി ദേവേട്ടാ? എന്നെ ദേവേട്ടൻ തിരിച്ചറിഞ്ഞെന്ന് എല്ലാവരും അറിയേണ്ട സമയമായപ്പോ എന്തിനാ ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നേ? ആരെങ്കിലും കാണുന്നുള്ള പേടി എന്തിനാ? നമ്മുടെ രണ്ടുപേരുടെയും ഈ ബന്ധത്തിന് തടസ്സങ്ങൾ ഒന്നോ രണ്ടോ അല്ല വൈദേഹി. നിന്നെ അവര് വിഷമിപ്പിക്കുന്നത് ഇനി എനിക്ക് കാണാൻ വയ്യ. കാരണം നീ എന്റെ വൈദേഹിയാണ്. അങ്ങനെയല്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതെനിക്ക് സഹിക്കാനാവില്ല. നീ തന്നെ എന്റെ വൈദേഹി, ഞാൻ താലി ചാർത്തിയ പെണ്ണ്. ദേവേട്ടാ, അതേടാ, ഇനി എനിക്ക് സംശയമില്ല. നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ വൈദേഹിയാണെന്ന് എനിക്ക് തോന്നിയതാ. പക്ഷേ അല്ലാന്ന് തെളിയിക്കാനുള്ള കാരണങ്ങൾ ഒരുപാടായിരുന്നു. നീ അന്ന് സൈൻ ചെയ്ത സമയത്ത് നീ തന്നെ എന്റെ വൈദേഹി എന്ന് എനിക്ക് മനസ്സിലായതാ. ദേവൈ എന്നാൽ ദേവൻ വൈദേഹി. അപ്പോഴും നിന്നെ സംശയിക്കാൻ വേറെ കാരണങ്ങളെത്തി. നീ എന്റെ വൈദേഹിയാണെന്ന് വിശ്വസിച്ച ഓരോ വട്ടവും അല്ലാന്ന് തെളിയിക്കുന്ന കാരണങ്ങളും ഉണ്ടായി. ഞാൻ ആകെ കുഴപ്പത്തിലായെന്ന് പറയാം. പക്ഷെ നിശ്ചയത്തിന് കുറച്ചു നിമിഷം മുമ്പ് എനിക്കെല്ലാം മനസ്സിലായായിരുന്നു. നീ എന്റെ വൈദേഹിയാണെന്ന് തെളിയുകയും ചെയ്തു. അതുകൊണ്ടാ ഇനി എന്റെ ജീവിതത്തിലേക്ക് മറ്റൊരാൾ വരാൻ പാടില്ല എന്നും എന്റെ ഈ മോതിര വിരൽ പോലും ആരും തുടരുതെന്ന് വിചാരിച്ചതും. അന്ന് കുരുക്കള് പറഞ്ഞില്ലേ ദേവേട്ടാ, എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും നമ്മുടെ ബന്ധത്തിൽ മറ്റാർക്കും സ്ഥാനം ഉണ്ടാവില്ല എന്ന്. ഒടുവില് അത് സത്യമായിരിക്കുന്നു. ഇനി എന്നെ ആരും വൈശാലി എന്ന് പറയില്ലല്ലോ. എനിക്ക് ഈ കുടുംബത്തിനൊരു ബന്ധമില്ല എന്ന് പറയില്ലല്ലോ. ഞാൻ ദേവേട്ടന്റെ വൈദേഹിയാന്ന് ധൈര്യത്തോടെ അവരുടെ മുന്നിലെല്ലാം പറയല്ലോ അല്ലേ? നമ്മുടെ ബന്ധം അതിശക്തമായതാണ്. ഇനി ഈ ജീവിതകാലം നീ എന്റെ സ്വന്തമായിരിക്കും, ഞാൻ നിന്റെയും സ്വന്തമായിരിക്കും. മരണത്തിന് പോലും നമ്മളെ വേർപിരിക്കാനാവില്ല വൈദേഹി.
പക്ഷേ ആത്മാർത്ഥ പ്രണയത്തിനെന്നും പരീക്ഷണങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് തന്നെ ഇപ്പൊ നമ്മുടെ ബന്ധത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ചു കാലം കൂടി നീ എന്റെ വൈദേഹിയായിട്ടല്ല, വൈശാലിയായിട്ട് തന്നെ ജീവിക്കേണ്ടി വരും. ഈ കത്തി നിൽക്കുന്ന വിളക്കിനെ സാക്ഷി നിർത്തി പറയുകയാണ്, ദാ ഈ നിമിഷം മുതൽ ആരാധ്യ ഈ വീട്ടിലെ മരുമകളാണ്. അങ്കിള് കാര്യമായിട്ട് തന്നെയല്ലേ പറഞ്ഞേ? എന്റെ വാക്കുകൾക്ക് ജീവനേക്കാൾ വിലയുണ്ട് മോളെ. വാക്കുമാറിയാൽ ജീവൻ പോയെന്ന് കരുതുന്നവനാണ് വർമ്മ. മനസ്സിലായി ദേവേട്ട, നമ്മുടെ അച്ഛൻ കൊടുത്ത വാക്കാണല്ലേ കാരണം? അതെ, വാക്കാണ് അദ്ദേഹത്തിന്റെ ജീവൻ. ആ വാക്ക് തെറ്റി അദ്ദേഹത്തിന്റെ ജീവനും അവിടെ തീരും എന്നും പറഞ്ഞ് അച്ഛൻ ആരാധ്യക്ക് കൊടുത്ത വാക്ക് നടക്കൂ ദേവേട്ട? എന്റെ ജീവൻ പോയാലോ അത് നടക്കില്ല വൈദേഹി. നീ വൈശാലിയാണെന്ന് തെറ്റിദ്ധരിച്ചതുകൊണ്ട് മാത്രമാണ് അച്ഛൻ ഇങ്ങനെ ഒരു വാക്ക് ആരാധ്യക്ക് കൊടുത്തത്. അന്നൊരു പക്ഷെ നീ വൈദേഹിയാണെന്ന് തെളിഞ്ഞിരുന്നുവെങ്കിൽ അച്ഛൻ അങ്ങനെ ഒരു വാക്ക് കൊടുക്കില്ലായിരുന്നു. ആർക്കും ഒന്നും നഷ്ടപ്പെടാതെ ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. അതുവരെ എന്റെ മോള് എല്ലാവരുടെയും മുമ്പിൽ വൈശാലിയായി അഭിനയിക്കണം. മനസ്സിലാവുന്നുണ്ട് ദേവേട്ട. ആരെന്നെ എന്ത് പറഞ്ഞാലും എനിക്കെന്താ? ദേവേട്ടന് ഞാൻ വൈദേഹിയാണല്ലോ, അത് മതി. ഇനി എനിക്ക് ലോകത്താരെയും ഒന്നും ബോധിപ്പിക്കണമെന്നില്ല. സന്തോഷത്തോടെ ജീവിച്ചോളാം. ദേവാ, ദേവാ, ദേവാ. വൈദേഹി, ഓർമ്മയിലേച്ച് വരുന്നു. നീ ഇവിടുന്ന് പൊയ്ക്കോളൂ. ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നത് നല്ലത്. ദേവാ, നീ ഇവിടെ എന്തെടുക്കുക? നിനക്ക് വേണ്ടി അവിടെ ആരാധ്യ വെയിറ്റ് ചെയ്യുന്ന കണ്ടില്ലേ? രണ്ടുപേരും കൂടെ അവിടെ പ്രദക്ഷിണം പൂർത്തിയാക്കണ്ടേ? വാ. എങ്ങനാടി നീ വീണ്ടും ഇവിടേക്ക് വന്നത്? എന്താ ഓർമ്മയിലേച്ചി, ഞാൻ വരില്ല എന്ന് കരുതിയല്ലേ? പക്ഷേ എന്റെ ദേവേട്ടനുള്ളിടത്ത് ഞാനുണ്ടാവുമെന്ന് പറഞ്ഞതല്ലേ? അതെന്താ മറന്നു പോകുന്നേ? ഇല്ല, നീയാണ് മറക്കുന്നത്. മരണം വരെ നീ വൈശാലിയായിട്ട് തന്നെ ജീവിക്കുമെന്ന് പറഞ്ഞില്ലേ? ആ വാക്ക് നിന്നെ കൊണ്ട് ഞാൻ പാലിപ്പിക്കും. ഈ ക്ഷണം വരെയും ചേച്ചി പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ പറയാം കേട്ടോ, സ്വപ്നത്തിൽ പോലും ചേച്ചി വിചാരിച്ചത് നടക്കില്ല. നീ ഇങ്ങനെ സ്വപ്നവും കണ്ട് നടന്നു. ഇപ്പോഴാ രണ്ടുപേരും കൂടി ഹോമവും പൂജയും എല്ലാം പൂർത്തിയാക്കിയത്. ഭാര്യയും ഭർത്താവും ആവാനുള്ള ദൈവാനുഗ്രഹവും അവർക്ക് കിട്ടിക്കഴിഞ്ഞു. ഇടയ്ക്ക് കയറി നീ വെറുതെ പ്രശ്നമാക്കണ്ട. പോയിവിടുന്ന. ഞാൻ പോയിക്കോളാം ചേച്ചി. ഇനി എനിക്ക് യാതൊരു പേടിയുമില്ല. ഞാൻ എവിടെയുണ്ടെങ്കിലും എന്റെ ദേവേട്ടൻ എന്റെ അടുത്തേക്ക് തന്നെ വന്നോളൂ. ഞാനുണ്ടെങ്കിലേ ദേവേട്ടനും ഉള്ളൂ. ഞാനിപ്പോ പോട്ടെ. ഇനി എന്താ നോക്കി നിൽക്കുന്ന? പൊയ്ക്കോ. ഇനി ഒരു ക്ഷണം പോലും നീ ഇവിടെ നിൽക്കാൻ പാടില്ല. പൊയ്ക്കോ. ദേവനൊപ്പം ആരാധ്യയെ കൊണ്ട് പ്രദക്ഷിണം വെപ്പിക്കാൻ ഞാൻ പാടുപെടുമ്പോ ഇവളാണല്ലോ കൂടെ പോയത്. ഇനിയിപ്പോ ദേവൻ ആരാധ്യയോടൊപ്പം പ്രദക്ഷിണം വെക്കോ? എന്തെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കണം. ദേവനൊപ്പം പ്രദക്ഷിണം വെച്ചത് വൈദേഹിയാണെങ്കിലും ആരാധ്യയാണെന്ന് എല്ലാവരെയും വിശ്വസിപ്പിക്കണം. അമ്മേ,